സഭ നയിക്കുന്ന സ്പീക്കർ എൻ ഷംസീറിന് ആരാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവെന്ന് അറിയില്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പോകേണ്ടതാണ്. അതിനു പകരം അദ്ദേഹം അങ്ങനെ ചോദിച്ചത് തികച്ചും ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്ന് പൊതുസമൂഹം വിചാരിക്കണമല്ലോ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നു, ബഹളം നടക്കുന്നു, വാഗ്വാദങ്ങൾ നടക്കുന്നു. അതിനിടയിൽ സർക്കാർ അവരുടെ ശ്രദ്ധ ക്ഷണിക്കൽ നടത്തുന്നുണ്ടല്ലോ, സബ്മിഷൻ നടത്തുന്നുണ്ടല്ലോ, ബില്ലുകൾ വായിച്ചു പാസ്സാക്കുന്നുണ്ടല്ലോ. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന് വെച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അടിയന്തര പ്രമേയത്തിന് ഞങ്ങൾ തയ്യാർ എന്ന് മുഖ്യമന്ത്രി പറയുന്നു. തൊട്ടടുത്ത നിമിഷം സ്പീക്കർ പറയുന്നു സഭ ഇന്നത്തേക്ക് പിരിയുന്നു എന്ന്. അടിയന്തര പ്രമേയത്തിന് മുഖ്യമന്ത്രി തയ്യാറാണെന്ന് പറഞ്ഞാൽ പിന്നെന്തിനാ സ്പീക്കർ സഭ പിരിച്ചുവിടുന്നത്? അടിയന്തര പ്രമേയം നടത്തണ്ടേ? അത് നടത്താതെ ഇത് പിരിച്ചുവിട്ടിട്ട് പറയാ പ്രതിപക്ഷം ഓടി ഒളിച്ചെന്ന്. അനിൽകുമാർ പറഞ്ഞ വാചകം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നത്, ഭരണപക്ഷത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു ആയുധവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തില്ലാന്ന് ഞങ്ങളുടെ കയ്യിലുണ്ടോ? അനിൽകുമാറെ, മറുപടി ഉണ്ടോ? തൃശൂർ പൂരം കലക്കിയതിന്റെ റിപ്പോർട്ട്, അതിൽ ADGP MR അജിത് കുമാറിന്റെ റോൾ എന്തായിരുന്നു? ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ആരാണ്, അത് എവിടെയാണ് ഉണ്ടാക്കിയത്, എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? അതാ ഇല്ല യഥാർത്ഥ പ്രതികളെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ മലപ്പുറവുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തിയ മുഖ്യമന്ത്രിയുടെ ആ പരാമർശത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഉത്തരമുണ്ടോ? എങ്ങനെയാ തടി ഉരാൻ പറ്റാന്ന് ഞാനൊന്ന് ചിന്തിക്കട്ടെ. ഹിന്ദു പത്രം വ്യാജ വാർത്ത കൊടുത്തു എന്ന് പറയുന്നു. ആ പത്രത്തിനെതിരെ നിങ്ങൾക്ക് കേസുണ്ടോ? അങ്ങനെ ഒരു PR ഏജൻസി ഉണ്ടോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ കേസുകളിലൊക്കെ നിങ്ങൾക്ക് ഉത്തരമുണ്ടോ? ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. ഹഹഹായും ഹിഹിഹിയും അല്ലാതെ എനക്കറിയില്ല എന്നുള്ള പതിവ് പല്ലവിയല്ലാതെ ഉത്തരമുണ്ടോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഉത്തരമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കി മന്ത്രിമാർ നേരിട്ട് മറുപടി പറയേണ്ട സാഹചര്യം ഒഴിവാക്കിയത്. ഒന്നാമത്തെ കാര്യം. ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. രണ്ട്, അനിൽകുമാർ അതിനോടനുബന്ധിച്ച് പറഞ്ഞത് ഏതെങ്കിലും രീതിയിൽ അത്തരം സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ, പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ചേർത്ത് നിർത്തിയേനെന്ന്. അങ്ങനെ പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യം ഉണ്ടെന്നുള്ള തിരിച്ചറിവിലാണോ ADGP MR അജിത് കുമാറിനെ ചേർത്ത് നിർത്തിയത്? താൻ പറയില്ലല്ലേ? അറിഞ്ഞാലേ പറയാൻ പറ്റൂ. കഴിഞ്ഞ 16 മാസക്കാലമായില്ലേ ADGP MR അജിത് കുമാർ RSSന്റെ നേതാക്കന്മാരെ കണ്ടതിന്റെ പിറ്റേന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? എന്നിട്ടും ചേർത്ത് നിർത്തിയത് ADGP MR അജിത് കുമാറിന്റെ കയ്യിൽ പിണറായി വിജയനെ പ്രതിക്കൂട്ടിലാക്കുന്ന കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള തിരിച്ചറിവിന്റെ പുറത്താണ്. അമ്മക്ക് പ്രാണവേദന, മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരിയായി എന്റെ സ്ഥിതി. അതുകൊണ്ടാണ് നിങ്ങൾ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾ വെട്ടി നിർത്തുന്നത്. നിങ്ങൾ പറഞ്ഞ ലോക്കൽ ഇഷ്യൂസ് ആണെന്ന്. തൃശൂർ പൂരം കലക്കിയത് ലോക്കൽ ഇഷ്യൂ ആണോ? മനുഷ്യനെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം. കേരളത്തിലെ ഒരു ജില്ല, മലപ്പുറം ജില്ലയെ തമസ്കരിക്കാൻ നോക്കുന്ന, മോശമായിട്ട് ചിത്രീകരിക്കാൻ നോക്കുന്നത് ലോക്കൽ ഇഷ്യൂ ആണോ? കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചത് ലോക്കൽ ഇഷ്യൂ ആണോ? ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഇതിനൊക്കെ ലോക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ സ്പീക്കറെ കാണുന്നത് TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സർക്കാർ ശ്രമിച്ചപ്പോൾ ഒത്താശ ചെയ്യുന്ന സ്പീക്കർ AM ഷംസീറിന്റെ അതേ നിലപാട് തന്നെയാണ് ഇന്ന് പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിയമസഭയിൽ കാണിച്ചത്. എല്ലാം ഇയാൾക്കറിയാം, ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. ഞങ്ങൾ ജനപക്ഷമായിട്ടുള്ള പ്രതിപക്ഷമാണ്, അല്ലാതെ പിണറായി വിജയന്റെ പ്രതിപട്ടികയിൽപ്പെടുന്ന പിണറായി വിജയന്റെ പക്ഷത്തുള്ള പ്രതിപക്ഷമല്ല. ഞങ്ങൾ ജനപക്ഷമാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷം ഈ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. അഭിമാനം വേണം, അഭിമാനം. ഇത് അറിഞ്ഞപ്പോ തുടങ്ങിയ കൈത്തരപ്പായിരിക്കും. നിങ്ങൾ ഈ BJPക്കെതിരെ വലിയ പോരാട്ടം നടത്തുന്നു. BJPയുടെ കാര്യങ്ങളാണ് ഞങ്ങൾ ഏറ്റെടുത്തത് എന്ന് പറയുന്നു. കാസർഗോഡ് സുന്ദരയ്ക്ക് ഇലക്ഷൻ സമയത്ത് പണം കൊടുത്തുകൊണ്ട് നോമിനേഷൻ പിൻവലിച്ച കേസിൽ സുരേന്ദ്രൻ രക്ഷപ്പെടുന്ന സാഹചര്യം ഒരുക്കി കൊടുത്ത് കേരളത്തിന്റെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പ്രോസിക്യൂഷൻ അല്ലേ? ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖി ഒളിച്ചു കളി? ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ. അതിന് കൃത്യമായിട്ട് തെളിവുകൾ ശേഖരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? ആ വിധി പറയുന്ന ദിവസം പോലും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ പ്രോസിക്യൂഷൻ വക്കീൽ അവിടെ ഹാജരായിരുന്നോ? ഒറ്റ പിടവച്ചെന്നാലുണ്ടല്ലോ, പൂക്കൃത്രം കാണിച്ചാൽ പോരാ, പിന്നെ എന്താ ഉരുണ്ട് കളിക്കുക? ഇല്ലല്ലോ. കൊടകര കുഴൽപ്പണ കേസ് നിങ്ങൾ എല്ലാ ചർച്ചയിലും പറയുമല്ലോ കുറ്റപത്രം കൊടുത്തെന്ന്. അതിൽ ആരാ? ഈ സുരേന്ദ്രനും മകനും സാക്ഷികളല്ലേ, പ്രതികളല്ലല്ലോ. ആരും അറിയത്തില്ല. ഇനിയിപ്പോ എന്തറിയാനാ, ഇപ്പോഴേ അറിഞ്ഞു കാണുമല്ലോ. അപ്പൊ നിങ്ങൾ എപ്പോഴും ഇത് പറയുന്നുണ്ട്. ഇനി കഴിഞ്ഞ ഗവൺമെന്റിൽ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം ഇരുന്ന ഈ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ മന്ത്രിയുടെ കൈ തല്ലിയൊടിച്ച BJPക്കാർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മൊഴി മാറ്റി പറഞ്ഞ കൂറുമാറിയ CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ സംരക്ഷിക്കുന്നത് പിണറായി വിജയന്റെ പാർട്ടിയല്ലേ? അയ്യേ, വൃത്തികെട്ട ഏർപ്പാട്. അപ്പൊ നിങ്ങൾ BJPയുമായിട്ട് ഒത്തു കളിക്കുന്ന ആരാണെന്നൊക്കെ അറിയാം. ഈ BJPയെ ചേർത്ത് നിർത്തുന്ന എന്തിന്റെ പേരില്ല? നിങ്ങളെ പ്രതിപ്പട്ടികയിൽ ചേർക്കാൻ പറ്റുന്ന ആയുധങ്ങൾ BJPയുടെ കയ്യിലുണ്ടെന്ന് തിരിച്ചറിവിലാണോ? കരുവന്നൂരിലെ മാസപ്പടിയിലൊക്കെ വിഷയങ്ങൾ അറിയുന്നതുകൊണ്ടാണോ?
ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടിയെ കുറിച്ച് ചോദിക്കുമ്പോൾ എനക്കറിയില്ല. ലൈഫ് മിഷൻ കേസിൽ, സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കരൻ എന്ന് പറഞ്ഞ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ 100-ലധികം ദിവസം ജയിലിൽ കിടക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നു എനക്കറിയില്ല. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി. ADGP MR അജിത് കുമാർ RSS നേതാക്കന്മാരെ കണ്ടത് എന്താന്ന് ചോദിക്കുമ്പോൾ എനക്കറിയില്ല. PR ഏജൻസി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനക്കറിയില്ല. താനൊക്കെ പിന്നെ എന്തിനാടോ ഇങ്ങനെ ആണാന്നും പറഞ്ഞ് നടക്കുന്നേ? PR ഏജൻസി കൊടുത്ത വാർത്ത ഹിന്ദു പത്രത്തിൽ വരുന്നു. ഒരു സംസ്ഥാനത്തിന്, ഒരു ജില്ലയ്ക്ക് നാണക്കേടുണ്ടാകുന്ന കാര്യം ചോദിക്കുമ്പോൾ എനക്കറിയില്ല. അവസാനം ഒരു ഹായും. നാണമില്ല. നിനക്ക് ഈ ഇളിപ്പാണ് നല്ലത്. എടാ, ദൈവം ഓരോ കാര്യത്തിനും ഓരോരുത്തരെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് നീ. എന്നിട്ട് നിങ്ങൾ ഉത്തരം പറയുമെന്ന്. എവിടെയാണ് നിങ്ങൾ ഉത്തരം പറയുന്നത്? ഉത്തരം പറയാൻ ശേഷിയില്ലാത്തത് കൊണ്ടാണ് പിണറായി വിജയൻ ഓടി ഒളിക്കാൻ വേണ്ടിയിട്ട് സ്പീക്കർ ഈ സംരക്ഷണ കവചം ഒരുക്കിയത്. എന്നെ സംശയിക്കരുത്. അതിന് നിങ്ങൾ റിയാസിനെ ഇറക്കിക്കൊണ്ട് ഭീരു എന്ന്, ഏറ്റവും വലിയ ഭീരു, കേരളം കണ്ട ഏറ്റവും വലിയ ഭീരു മുഹമ്മദ് റിയാസ. ഇനി നിൽക്കേണ്ട വലിയ സ്വന്തം ഭാര്യയുടെ, ജീവിത പങ്കാളിയുടെ മാസപ്പടി കേസ് വന്നപ്പോ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയാതെ പാർട്ടി പറയുമെന്ന് ഓടി ഒളിച്ചല്ലേ? അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? ആ ഭാര്യയുടെ വരുമാനത്തെ കുറിച്ച് ഇലക്ഷന്റെ അഫിഡവിറ്റിൽ കാണിക്കാൻ പറ്റാതെ ആ ഭീരുത്വമൊന്നും കേരളത്തിലെ മറ്റൊരു നേതാവും കാണിച്ചിട്ടില്ല. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. എക്സൈസ് വകുപ്പിൽ കയറി ഇടപെട്ടപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മിണ്ടാതെ പോയ റിയാസിനെ നമ്മൾ കണ്ടല്ലോ. അത് കറക്റ്റാണ്. ഫാരിസ് അബൂബക്കറിന്റെ ബിനാമിയായിട്ട് കച്ചവടം നടത്താൻ പോയിട്ട് മാനേജ്മെന്റ് കോട്ടയിൽ മരുമോൻ മന്ത്രിയായി വന്നിട്ട് ഈ ഭീരുക്കളുടെ അളവെടുക്കാൻ നടക്കുന്നതിന് മുമ്പ് ആ പാർട്ടിയിലെ ആർക്കെങ്കിലും ചങ്കൂറ്റത്തോടു കൂടി പിണറായി വിജയനെതിരെ ചോദ്യം ചോദിക്കുന്ന ആളുകൾക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. ഇവിടെ അനിൽകുമാർ പറഞ്ഞത് എന്താ? MP രാജേഷ് എന്ന് പറഞ്ഞ പാർലമെന്ററി കാര്യ മന്ത്രി വളരെ വിനയത്തോടുകൂടി, പുഞ്ചിരിയോടുകൂടി പ്രതിപക്ഷ നേതാക്കന്മാരെ സ്വീകരിച്ചിരുത്തിയെന്ന്. നാണമില്ല അനിൽകുമാറെ? കേരളത്തിലെ എല്ലാവരും കൈരളി ചാനൽ അല്ല കാണുന്നത്. നിങ്ങൾ സഭാ ടിവിയിൽ നിന്ന് ദൃശ്യങ്ങൾ മാറ്റിയാലും കേരളത്തിലെ പൊതുസമൂഹത്തിന് കൃത്യമായുള്ള തിരിച്ചറിവുണ്ട്. എന്താ ആ പ്രതീക്ഷയും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാർലമെന്റിനകത്ത് ഓം ബിർള നരേന്ദ്രമോദിക്ക് ചെയ്യുന്ന അതേ പണി തന്നെയാണ് പിണറായി വിജയന് വേണ്ടിയിട്ട് AM ഷംസീർ ഇന്ന് കേരളത്തിന്റെ നിയമസഭയിൽ ചെയ്തത്. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കുക. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടെങ്കിൽ എന്തിനാ നിങ്ങൾ നിയമസഭയിൽ വരാൻ വേണ്ടി കാത്തിരിക്കുന്നത്? അതിന് പുറത്ത് പറയാമല്ലോ. ബാലരമയിലെ അമർ ചിത്രകഥ വായിക്കും പോലെ കേരളത്തിലെ പിണറായി വിജയൻ മുഖ്യമന്ത്രി കുറെ വട്ടം എന്ന് പറയുന്നു. രാഘവൻ പറഞ്ഞത് വാസ്തവം. മായാവിയും കുട്ടൂസനും ഡാങ്കിനിയും ലുട്ടാപ്പിയും കളിക്കാൻ വേണ്ടിയിട്ടാണോ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് വരുന്നത്? ഉത്തരം പറയണമെന്നേ. വലിയ നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രല്ല എനിക്ക് നാണക്കേടാ. നോക്ക കേട്ട് തൊഴിൽ. ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവൂ. കുടുംബം നന്നായ സമൂഹം നന്നാവൂ. സമൂഹം നന്നായ രാജ്യം നന്നായി. രാജ്യം നന്നായ ലോകം നന്നാവും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.